السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام عليك يا سيدي يا رسول الله. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാർ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുതഅല്ലിം സുഹൃത്തുക്കൾ, നല്ലവരിൽ നല്ലവരായ നാട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നത്തുൻ നഈം എന്ന സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടി തരട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, നാം ഹബീബായ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ പറയണം. അത് ആഖിറത്തിലേക്കുള്ള പിടിവള്ളിയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബറേൽവി റളിയല്ലാഹു അൻഹു പോലത്തെ മഹത്തുക്കൾ ഹബീബായ തങ്ങളുടെ മേൽ 1000 സ്വലാത്ത് പറയാതെ അവർ കിടന്നുറങ്ങിയിട്ടില്ല. അതല്ലേ ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായ ഹദീസിൽ കാണാം, ഔലൻ നാസി ബിയൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാത്ത്. ഖിയാമത്ത് ദിവസത്തിൽ എൻ്റെ അരികിൽ നിൽക്കുന്നവരാരാണെന്നറിയുമോ? അക്സറുഹും അലയ്യ സ്വലാത്ത്, എൻ്റെ മേൽ അധികമായി സ്വലാത്ത് പറഞ്ഞവരാണ്. അതല്ലേ തേനീച്ചക്ക് അത്ര വലിയ സ്ഥാനം ലഭിക്കാനുള്ള കാരണമെന്ത്? അത് അസ്സലാത്തു അലാ റസൂലില്ലാഹ്, ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് പറഞ്ഞതുകൊണ്ടാണ്. മാത്രമല്ലല്ലോ, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അത് അസ്സലാത്തു അലാ റസൂലില്ലാഹ്, ഹബീബായ തങ്ങളുടെ മേലിലുള്ള സ്വലാത്താണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഞാനും എൻ്റെ മലക്കുകൾ ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് പറയുന്നുണ്ട്. മുഅ്മിനീങ്ങളായ നിങ്ങളും തങ്ങളുടെ മേൽ സ്വലാത്ത് പറയണേ. സ്വലാത്ത് കൊണ്ട് വിജയിച്ച എത്രയോ മഹത്തുക്കളുടെ ചരിത്രങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. കണ്ടില്ലേ ബഹുമാനപ്പെട്ട റിബഅ ഇബ്നു ഫിറാശ്. ആരാണ് റിബഅ റളിയല്ലാഹു അൻഹു? ഒരു സമയം പോലും ചിരിക്കാത്ത മനുഷ്യനല്ലേ. ഹബീബായ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് പറഞ്ഞ മഹാനല്ലേ. മഹാനവറുകളതാ വഫാത്താവുകയാണ്. വഫാത്തായ സമയത്ത് മഹാനവറുകളതാ പുഞ്ചിരിക്കുന്നു. മഹാനവറുകളുടെ ജനാസ കാണാൻ വേണ്ടി ജനങ്ങളതാ ഓടി ഓടി വരുന്നു. പിന്നെയും പിന്നെയും വരുന്നു. നോക്കി നോക്കി കൊതി തീരുന്നില്ല. അത്രത്തോളം മഹാനവറുകളതാ പുഞ്ചിരിക്കുന്നു. പെട്ടെന്നതാ ഒരു അശരീരവാണി കേൾക്കുകയാണ്, ഖദ്ദിമൂനി ഇലാ ഖബ്രി വറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യന്തളിറുനി ഫീ ഖബ്രി. എന്നെയൊന്ന് വേഗം കൊണ്ടുപോയി എൻ്റെ ഖബറിൽ വെക്കണേ. എനിക്ക് വേണ്ടി ഹബീബായ തങ്ങൾ എൻ്റെ ഖബറിൽ കാത്തിരിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, മഹാനവറുകൾക്ക് അത്രയും വലിയ സ്ഥാനം ലഭിക്കാനുള്ള കാരണമെന്ത്? ഒന്നാമതായി തങ്ങളെയൊന്നു കൽബിന്റെ അടിത്തട്ടിൽ ഹുബ്ബ് വെച്ചോ. രണ്ടാമതായി തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് പറഞ്ഞു. അതുകൊണ്ട് ഹബീബായ തങ്ങളെയൊന്നു കൽബിന്റെ അടിത്തട്ടിൽ ഹുബ്ബ് വെച്ചുകൊണ്ട് തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് പറഞ്ഞ് തങ്ങളെ ഒന്ന് കിനാവിൽ കണ്ടു മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിടാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.